Hi, all. Welcome to Daily News Analysis. Today is 20th December 2024. Let's look the main headlines. Reality check on Sri Lanka's Tamil question. GS2 topic ആണ്. Crimes against humanity and an obtuse Indian stance. GS2 topic ആണ്. Should legislatures in India have fixed tenures? ഇതും GS2 topic ആണ്. Reality check on Sri Lanka's Tamil question. GS2വിനകത്ത് ഇന്റർനാഷണൽ റിലേഷൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇന്ത്യ ശ്രീലങ്ക റിലേഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ആർട്ടിക്കിൾ പ്രധാനമായിട്ട് പറയുന്ന കഴിഞ്ഞിടയ്ക്ക് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായകെ ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്യുണ്ടായി. സോ എലക്ഷൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ വിസിറ്റ് ആയിരുന്നു നമ്മുടെ ഇന്ത്യയിലേക്ക്. ദസനായകയുടെ പാർട്ടിയായ NPP, അതായത് നാഷണൽ പീപ്പിൾസ് പാർട്ടി അധികാരമൊക്കെ ഉണ്ടായി. വളരെയധികം വലിയ വിജയമായിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊരു ലെഫ്റ്റിസ്റ്റ് പാർട്ടിയാണ്. അപ്പൊ ഇന്ത്യ ശ്രീലങ്ക റിലേഷൻസിലൊക്കെ വളരെ ഒരു സുപ്രധാനമായ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ NPP എന്ന് പറയുന്നത് JVP എന്ന് പറയും. ജനതാ വിമുക്തി പെരുമുന എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരു സെക്ഷനാണ് NPP എന്ന് പറയുന്നത്. അവരാണ് ശ്രീലങ്കയിൽ അധികാരം ഏറ്റിരിക്കുന്നത്. സോ നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് നോക്കാം. ഇന്ത്യ ശ്രീലങ്ക ബന്ധങ്ങളെ പറ്റി ആദ്യമായിട്ട് ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ഇടയ്ക്ക് ഇറങ്ങിയുണ്ടായി ഈ ഇന്ത്യ ശ്രീലങ്ക റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ കൂടുതലും എംഫസൈസ് ചെയ്തത് എക്കണോമിക്കും അതുപോലെ സ്ട്രാറ്റജിക്കും ആയിട്ടുള്ള കോപ്പറേഷനെ പറ്റിയാണ്. പക്ഷേ തമിഴ് ആസ്പിറേഷൻസിനെ പറ്റി വളരെയധികം ഒരു ഫോക്കസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കൂടാതെ നമ്മുടെ പ്രധാനമന്ത്രി കുറേയധികം ഹോപ്സ് പ്രകടിപ്പിക്കുന്നുണ്ട് തമിഴ് റൈറ്റ്സിന്റെ കാര്യത്തിലൊക്കെ. പക്ഷേ ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു റെഫറൻസ്, അതായത് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു റെഫറൻസ് ഒന്നും നമ്മുടെ ഒരു കണ്ടന്റിയസ് ആയിട്ടിരിക്കുന്ന 13ാമത്തെ അമെന്റ്മെന്റിനെ പറ്റി ഒന്നും കൊടുക്കുന്നില്ല. 13ാമത്തെ അമെന്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവല്യൂഷൻസ് ഓഫ് പവർ, ഒരു പ്രൊവിഷ്യൽ ഇതിലേക്കുള്ള ഡെവല്യൂഷൻസിനെ കുറിച്ചുള്ള ഒരു അമെന്റ്മെന്റ് ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ അതൊരു കണ്ടന്റിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ്. കാരണം സിംഗിള പീപ്പിളും ഉണ്ട്, തമിഴ് പീപ്പിളും ഉണ്ട് ശ്രീലങ്കയിൽ എന്നറിയാം. തമിഴ് പീപ്പിളിന് കൊടുക്കുന്ന റൈറ്റ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് അല്ലെങ്കിൽ ഒരു അമെന്റ്മെന്റ് ആണ് 13th അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ചൊന്നും ഒത്തിരി അധികം സ്ട്രെസ് കൊടുത്ത് സംസാരിച്ചിട്ടില്ല പ്രധാനമന്ത്രി. പിന്നെ NPP എന്ന് പറയുന്ന ആ പഴയ കാലത്തുള്ള ആ ഒരു ചർച്ചകളൊന്നും പവർ ഡെവല്യൂഷനെ പറ്റി നമ്മൾ പറഞ്ഞു 13ാമത്തെ അമെന്റ്മെന്റിനെ പറ്റി. അപ്പൊ അതിലൊരു പവർ ഡെവല്യൂഷനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല. പിന്നെ ഇലക്ഷന്റെ സമയത്ത് ഒരു അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോഴും ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു മുന്നോട്ട് പോകാനുള്ള കാഴ്ചപ്പാടൊക്കെ അതിപ്പോഴും ഒരു വേഗമായിട്ടായിരിക്കുന്നത്, ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ കൊണ്ടുവരുന്നതിനെ പറ്റി. നേരത്തെ ഇലക്ഷന്റെ സമയത്ത് പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ഡിഫൻക്ട് പ്രൊവിൻഷ്യൽ കൗൺസിൽസിനെ കുറിച്ചും ഒക്കെ പരാമർശിച്ചിട്ടുണ്ടായെങ്കിലും ഒരു ലോങ് ടൈം വ്യൂ നമുക്കിത് കാണാൻ പറ്റുന്നില്ല ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷനെ കുറിച്ച്. പിന്നെ തമിഴ് കമ്മ്യൂണിറ്റിയുടെ മറ്റ് ചലഞ്ചസിനെ കുറിച്ച് നമുക്ക് നോക്കാം. തമിഴ് അവിടെ നമുക്കറിയാം മൈനോറിറ്റീസ് ആണ്. അവര് ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ലാൻഡ് റൈറ്റ്സ് വേണ്ടിയും പിന്നെ അതുപോലെ വാർ അഫക്റ്റഡ് റീജിയൻസിലൊക്കെ റീകൺസ്ട്രക്ഷന് വേണ്ടിയും ഒക്കെ ഇപ്പോഴും അവരുടെ റൈറ്റ്സിന് വേണ്ടി അവിടുത്തെ മൈനോറിറ്റീസ് ആയ തമിഴ് പീപ്പിൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The Tamil political leadership faces a loss of credibility after being sidelined in recent elections. അവര് ഈ കഴിഞ്ഞ ഇലക്ഷൻസിൽ കുറച്ച് സൈഡ് ലൈൻഡ് ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. സോ അവരുടെ ഒരു ഭാവിയെക്കുറിച്ചും അതൊക്കെ കുറെ അധികം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. വേർ ദ NPP ഗെയിൻഡ് സിഗ്നിഫിക്കൻറ്റ് സപ്പോർട്ട് ഇൻ തമിഴ് ഡോമിനേറ്റഡ് ഏരിയാസ്. ആ തമിഴ് ഡോമിനേറ്റഡ് ഏരിയാസിൽ പോലും NPP എന്ന് പറയുന്ന പാർട്ടിയാണ് കൂടുതലും പവറിൽ എത്തിയത്. NPP ഞാൻ പറഞ്ഞു ഒരു ലെഫ്റ്റ് വിങ് പാർട്ടിയാണ്. ഇനി അടുത്തതായിട്ട് ഇന്ത്യയുടെ പ്രയോറിറ്റീസ് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യ നമ്മുടെ ഷിഫ്റ്റ് ഒക്കെ അല്ലെങ്കിൽ ആ ഒരു ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ. കൂടുതലും തമിഴ് ഇഷ്യൂസിലേക്കുള്ള ആ ഒരു പ്രാധാന്യം കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പം ഇന്ത്യയുടെ ഷിഫ്റ്റിൽ. ആൻഡ് മോർ ഓൺ കൗണ്ടറിങ് ചൈനീസ് ഇൻഫ്ലുവൻസ് ഇൻ ദ റീജിയൻ. കൂടുതലും എന്തിലാ ഫോക്കസ് ചെയ്യുന്നത്? ചൈനയുടെ ഇൻഫ്ലുവൻസ് ശ്രീലങ്കയെ കുറച്ചുകൊണ്ട് വരുന്നതിലാണ് ഇന്ത്യയുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. റാദർ ദാൻ ഓൺ തമിഴ് പീപ്പിളിന്റെ ഇഷ്യൂസ് ഒക്കെ ഇപ്പം എംഫസൈസ് ചെയ്യുന്നത് കുറവാണ്. തമിഴ് പൊളിറ്റി നീഡ്സ് ടു റീഓറിയന്റ് ഇറ്റ്സ് സ്ട്രാറ്റജി ടുവേർഡ്സ് ഗ്രാസ് റൂട്ട്സ് റെപ്രസെന്റേഷൻ റാദർ ദാൻ റിലൈങ് ഓൺ ഇന്റർനാഷണൽ ഓർ ഇന്ത്യൻ അഡ്വക്കസി. അപ്പം അത് തമിഴിന്റെ ആ ഒരു പൊളിറ്റി, ആ ഒരു
ആ ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് അതൊക്കെ ഒന്ന് റീഓറിയന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവരുടെ ആ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ കൂടുതലും അവരുടെ റെപ്രസെന്റേഷൻ പ്രാതിനിധ്യത്തിലേക്ക് വേണം കൂടുതൽ ഫോക്കസ് ചെയ്യാൻ, റാദർ റിലൈങ് ഓൺ ഒരു ഇന്റർനാഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ അഡ്വക്കസിയിലൊക്കെ റിലേ ചെയ്യുന്നതിലും കൂടുതൽ അവരുടെ റെപ്രസെന്റേഷൻ കൂട്ടിക്കൊണ്ടുവരാൻ വേണം കൂടുതൽ ഫോക്കസ് ചെയ്യാനെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഈ ആർട്ടിക്കിള് ഒരു ശ്രീലങ്കൻ ഗവൺമെന്റിന്റെ ആ ഒരു നീഡ്, അതായത് ഹിസ്റ്റോറിക്കൽ ഗ്രീവൻസസ് അഡ്രസ് ചെയ്യുന്നതിനും അതുപോലെ തമിഴ് ലീഡർഷിപ്പ് കൊണ്ടുവരുന്നതിനും കമ്മ്യൂണിറ്റീസുമായിട്ട് റീകണക്ട് ചെയ്യുന്നതിലൊക്കെ ഒരു അതിന്റെ ഒരു ആവശ്യകതയെ പറ്റിയാണ്, ഇപ്പോഴത്തെ പുതിയ ഗവൺമെന്റ് അത് ചെയ്യേണ്ട ആവശ്യകതയെ പറ്റിയൊക്കെ അണ്ടർസ്കോർ ചെയ്ത് പറയുന്നുണ്ട് ഈ ആർട്ടിക്കിൾ. ഇതൊക്കെയാണ് ഈ ആർട്ടിക്കിൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. അടുത്തതായിട്ട് ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി ആൻഡ് ആൻ ഒബ്യൂസ് ഇന്ത്യൻ സ്റ്റാൻഡ്സ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഇത് GS2 ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് ആ ഒരു പാർട്ടിലൊക്കെ ഇത് പരാമർശിക്കാവുന്നതാണ്. ഈ ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തിടയ്ക്കായിട്ട് UNGA, അതായത് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഒരു റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്യുണ്ടായി ടു ബിഗിൻ നെഗോസിയേഷൻസ് ഓൺ എ ട്രീറ്റി ഗവേണിംഗ് ദ പ്രിവെൻഷൻ ആൻഡ് പണിഷ്മെന്റ് ഓഫ് ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി. അപ്പം CAH, ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന് പറയും. ആ ഒരു ക്രൈംസ് ഒക്കെ ചെയ്യുന്നവരെ പണിഷ് ചെയ്യുക, അങ്ങനത്തെ ക്രൈംസ് ഒക്കെ പ്രിവെന്റ് ചെയ്യുക, ആ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ട്രീറ്റിയെ കുറിച്ച് ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് ഒരു റീസെന്റ് റെസൊല്യൂഷൻ വഴി. ഇതൊരു സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പാണ്. എന്തിനു വേണ്ടിയുള്ള അഡ്രസ്സിംഗ് ഗ്യാപ്സ് ഇൻ ഇന്റർനാഷണൽ അക്കൗണ്ടബിലിറ്റി ഫോർ CAH, ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി. ഇതൊരു ഇന്റർനാഷണലി അല്ലെങ്കിൽ ഇന്റർനാഷണലി ആളുകൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട തരത്തിലുള്ള അല്ലെങ്കിൽ എല്ലാവരുടെയും കൂടി ഒരു കളക്റ്റീവായിട്ട് ഇന്റർനാഷണലി അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഹ്യൂമൻ റൈറ്റ്സിന്റെ ആസ്പെക്റ്റിലും എല്ലാം. അപ്പം ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ കൊണ്ട് മാത്രമേ നമുക്ക് ഈ ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി തടയാനോ അല്ലെങ്കിൽ അവിടെ ഒരു പണിഷ്മെന്റ് ആസ്പെക്ട് കൊണ്ടുവരാനോ സാധിക്കുള്ളൂ. ഇതൊരു ഗ്ലോബൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ് ആസ്പെക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത് വളരെയധികം ഒരു സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പാണ് ഈ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് ഒക്കെ. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പരിശോധിക്കാം. എന്താണ് ഈ CAH ട്രീറ്റിയുടെ നീഡെന്ന് നമുക്ക് പരിശോധിക്കാം. അൺലൈക്ക് ജെനോസൈഡ് ഓർ ആൻഡ് വാർ ക്രൈംസ് വിച്ച് ഹാവ് ഡെഡിക്കേറ്റഡ് ട്രീറ്റീസ്, നമ്മൾ കേട്ടിട്ടുണ്ട് ജെനോസൈഡ്സിന് ട്രീറ്റീസ് ഉണ്ട്, വാർ ക്രൈംസിന് ട്രീറ്റി ഉണ്ട്. CAH എന്ന് പറയുന്നത് മാത്രം ആർ ഓൺലി ഗവേൺഡ് അണ്ടർ ദ റോം സ്റ്റാറ്റ്യൂട്ട് ഓഫ് ദ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. ആ ഒരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരമാണ്. അതിനേതായ ഒരു ട്രീറ്റി ഇല്ലായിരുന്നു ഇതുവരെയായിട്ട്. ആ ഒരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരമാണ് ഈ CAH ഒക്കെ ഗവേൺ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ദ റോം സ്റ്റാറ്റ്യൂട്ട് അഡ്രസ്സസ് individual criminal responsibility but does not hold states accountable for failing to prevent CAH. അപ്പൊ റോം സ്റ്റാറ്റ്യൂട്ടി പ്രധാനമായിട്ടും ഒരു ഇൻഡിവിജ്വൽ ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ അഡ്രസ് ചെയ്യാനാണ് ശ്രമിച്ചത്, ആ ഒരു ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി. പക്ഷേ സ്റ്റേറ്റ്സ് ഇത് പ്രിവെന്റ് ചെയ്യുന്ന CAH പ്രിവെന്റ് ചെയ്യുന്ന അക്കൗണ്ടബിൾ ആണ്, അല്ലെങ്കിൽ അത് ഫെയിൽ ചെയ്യാൻ പാടില്ല അത് ചെയ്യുന്നതിൽ എന്നൊന്നും കൃത്യമായിട്ടുള്ള ഒരു മെൻഷൻ ഒന്നും ഇതിനകത്തില്ല റോം സ്റ്റാറ്റ്യൂട്ടിൽ. സോ ഇറ്റ് ഡസ് നോട്ട് ഹോൾഡ് സ്റ്റേറ്റ്സ് അക്കൗണ്ടബിൾ ഫോർ ഫെയിലിംഗ് ടു പ്രിവെന്റ് CAH. അപ്പൊ അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റി ഇന്നേ വരെ ഇല്ലായിരുന്നു, ലൈക്ക് ജെനോസൈഡ് ആൻഡ് വാർ ക്രൈംസ്. ഓക്കെ, അപ്പൊ നമ്മൾ വരാൻ പോകുന്നത് എന്താ, ഇതൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റിയാണ്, ഇതിനു വേണ്ടി മാത്രമുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റിയാണ്. അപ്പൊ എന്താ അത് സംഭവിക്കുന്ന ആ ട്രീറ്റി വന്നു കഴിയുമ്പം? യെസ്, ഇറ്റ് വിൽ എക്സ്റ്റെൻഡ് അക്കൗണ്ടബിലിറ്റി ബിയോണ്ട് ICC മെമ്പർ സ്റ്റേറ്റ്സ്. അപ്പം ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലെ മെമ്പർ സ്റ്റേറ്റ്സിനേക്കാൾ അധികം അല്ലെങ്കിൽ ബിയോണ്ട് ആ ഒരു ഇതിനേക്കാൾ അപ്പുറം അക്കൗണ്ടബിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, പിന്നെ കൂടാതെ മാൻഡേറ്റ് സ്റ്റേറ്റ് മെഷേഴ്സ് ടു പ്രിവെന്റ് CAH. അപ്പൊ ഇത് CAH പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ട്രീറ്റി വന്നു കഴിയുമ്പോൾ എന്താ, സ്റ്റേറ്റ് അതിനുവേണ്ടി നിയമങ്ങളും ഒക്കെ നിർമ്മിക്കും. ഓക്കെ, മാൻഡേറ്റ് കൊടുക്കും, അല്ലെങ്കിൽ മാൻഡേറ്റ് സ്റ്റേറ്റ് മെഷേഴ്സ് ടു പ്രിവെന്റ് CAH വിത്ത് പൊട്ടൻഷ്യൽ ജൂറിസ്ഡിക്ഷൻ ഫോർ ദ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. എക്സ്പാൻഡ് ദ ഡെഫിനേഷൻ ഓഫ് CAH. അപ്പം ഈ ഡെഫിനേഷൻ CAHന്റെ ഡെഫിനേഷൻ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യും ടു ഇൻക്ലൂഡ് ആക്ട്സ് ലൈക്ക് ജെൻഡർ അപ്പാർട്ടൈഡ്, ടെററിസം ആൻഡ് ക്രൈംസ് അഗൈൻസ്റ്റ് ഇൻഡിജീനിയസ് പോപ്പുലേഷൻ. അപ്പം CAH പെടുന്നതാണ് ഈ ജെൻഡർ അപ്പാർട്ടൈഡ്, പിന്നെ അതുപോലെ ടെററിസം, ക്രൈംസ് അഗൈൻസ്റ്റ് ഇൻഡിജീനിയസ് പീപ്പിൾ. അപ്പൊ ഇതെല്ലാം
എന്താ ഈ CAHന്റെ ഡെഫിനിഷൻസ് ഉൾപ്പെടും. കൂടാതെ ആ ഡെഫിനിഷൻ എന്താ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ഇന്ത്യയുടെ പൊസിഷൻ എന്നാന്ന് നോക്കാം. ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ ഇസ് നോട്ട് എ പാർട്ടി ടു ദ റോം സ്റ്റാറ്റ്യൂട്ട് ആൻഡ് ഒപ്പോസസ് ദ ICC's jurisdiction, citing concerns about its scope and the exclusion of nuclear weapons and terrorism as CAH. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന റോം സ്റ്റാറ്റ്യൂട്ടിൽ ഒരു പാർട്ടി അല്ല. അതുപോലെ തന്നെ ICCയുടെ ജൂറിസ്ഡിക്ഷനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒപ്പോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന CAHനകത്തൊന്നും ന്യൂക്ലിയർ വെപ്പൺസ് പെടുന്നില്ല, പിന്നെ അതുപോലെ ടെററിസം ആസ്പെക്ട്സ് ഒന്നും പെടുന്നില്ല. സോ ഇന്ത്യ അതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് അത് കുറച്ച് കൺസേൺസ് സൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്കോപ്പ് എത്രത്തോളം വരും, ഇത് എത്രത്തോളം സ്കോപ്പ് ഉണ്ട് ഈ പറയുന്ന കാര്യത്തിന്, ഈ CAHന്. ഓക്കെ, ഇന്ത്യ പ്രിഫേഴ്സ് നാഷണൽ ലെജിസ്ലേഷൻ ആൻഡ് കോഡ്സ് ടു അഡ്രസ് CAH. ഇന്ത്യ കൂടുതലും പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു നാഷണൽ ലെജിസ്ലേഷനിലാണ്. ഓക്കെ, ആൻഡ് കോഡ്സ് ടു അഡ്രസ് CAH, emphasizing sovereignty and ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ. അപ്പം സോവറിനിറ്റി, ആ രാജ്യത്തിന്റെ പരമാധികാരവും പിന്നെ അതുപോലെ ആ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് കോൾഡ് ഫോർ ഫർദർ സ്റ്റഡി ഓൺ ദ നീഡ് ഫോർ എ CAH ട്രീറ്റി ആൻഡ് റിമെയിൻസ് skeptical ഓഫ് ഡ്യൂപ്ലിക്കേറ്റിംഗ് എക്സിസ്റ്റിംഗ് regimes അണ്ടർ ദ റോം സ്റ്റാറ്റ്യൂട്ട്. അപ്പൊ കൂടുതൽ പഠിക്കണം ഈ ട്രീറ്റ് കൊണ്ടുവരുന്നതിന് മുന്നേ. കുറെ അധികം ഇത് വൈഡൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺസും പിന്നെ അതുപോലെ ടെററിസവും ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സോ ആ റോം സ്റ്റാറ്റ്യൂട്ട്, ഇപ്പോൾ ഉള്ള അവൈഗായിട്ടുള്ള ആ സ്റ്റാറ്റ്യൂട്ട് അതേപടി കൊണ്ടുവരാതെ കൂടുതൽ സ്റ്റഡീസ് കൊണ്ടുവന്നിട്ട് ഒരു ട്രീറ്റി ഒക്കെ കൊണ്ടുവരണം. ആ ഒരു നിലയ്ക്കാണ് ഇന്ത്യയുടെയൊക്കെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇപ്പോൾ ഉള്ള ഈ ഒരു CAHന്റെ ഡെഫിനേഷനോടൊന്നും ഇന്ത്യയൊന്നും യോജിക്കുന്നില്ല. ഓക്കെ, ചലഞ്ചസ് എന്നാന്ന് നോക്കാം നമുക്ക്. ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഫ്രെയിംവർക്കിൽ ഇന്ത്യക്ക് ഒരു ഡൊമസ്റ്റിക് ലെജിസ്ലേഷൻ ഒന്നും ഇല്ല CAHO അല്ലെങ്കിൽ ജെനോസൈഡോ അഡ്രസ് ചെയ്യാൻ വേണ്ടി, ആസ് നോട്ടഡ് ബൈ ജസ്റ്റിസ് മുരളീധർ ഇൻ 2018. 2018 ജസ്റ്റിസ് മുരളീധർ ഈ കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഉള്ള ക്രിമിനൽ ലോ അമെന്റ്മെന്റ്സ് ഒക്കെ ഈ ഗ്യാപ്പ് അഡ്രസ് ചെയ്യാൻ അവര് പരാജയപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പ് ഈ അടുത്ത് വന്ന ക്രിമിനൽ ലോ അമെന്റ്മെന്റ്സ് ഒന്നും അഡ്രസ് ചെയ്യുന്നില്ല. ഓക്കെ, ഹൈലൈറ്റിംഗ് എ ലാക്ക് ഓഫ് ഡിബേറ്റ് ആൻഡ് പോളിസി ഫോക്കസ് ഓൺ ഇന്റർനാഷണൽ ക്രൈംസ്. അപ്പം കൂടുതൽ ഈ ഡിബേറ്റിലോ അല്ലെങ്കിൽ ഈ ഇന്റർനാഷണൽ ക്രൈംസിലുള്ള ആ ഒരു ഫോക്കസ് ഒന്നും കൃത്യമായിട്ട് പോളിസീസ് ഒന്നും കൊടുക്കുന്നില്ല. Call for action. The article urges India to incorporate CAH and other international crimes into its domestic laws. By doing so, India could play a leading role in combating impunity for grave human rights violation and position itself as a global leader. നമുക്കറിയാം ഇന്ത്യയെ ഗ്ലോബൽ ലീഡർ എന്നൊക്കെ കുറെ രാജ്യങ്ങളൊക്കെ മിക്ക ആളുകളും വിളിക്കാറുണ്ട്. വിശ്വഗുരു എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇന്ത്യക്ക് പലപ്പോഴും കിട്ടാറുണ്ട്. സോ ഈ ആർട്ടിക്കിൾ പറയുന്നത് ഇന്ത്യ കുറച്ചുകൂടെ CAHന്റെ ലോസ് ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം ആൻഡ് അതർ ഇന്റർനാഷണൽ ക്രൈംസ് ഇൻ ടു ഇറ്റ്സ് ഡൊമസ്റ്റിക് ലോസ്. നമ്മൾ പറഞ്ഞു ഇപ്പോഴത്തെ ഡൊമസ്റ്റിക് ലോസ് ഒക്കെ ഈ പറയുന്ന CAH ഒന്നും ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നില്ല. സോ need to incorporate CAH in their domestic laws so they can reiterate the position of being a global leader or a Vishwaguru. അടുത്തതായിട്ട് ഇപ്പൊ പ്രപ്പോസ് ചെയ്തേക്കുന്ന CAH ട്രീറ്റി എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയാ? ടു സ്ട്രെങ്തൻ ലീഗൽ ഫ്രെയിംവർക്സ് ഫോർ അഡ്രസ്സിംഗ് സിസ്റ്റമിക് അട്രോസിറ്റീസ്. അപ്പം സിസ്റ്റത്തിലുള്ള ആ ഒരു അട്രോസിറ്റീസ് ഒക്കെ ഫൈറ്റ് ചെയ്യുന്നതിനും അത് കെർബ് ചെയ്യുന്നതിനും സ്ട്രെങ്തൻ ചെയ്യുന്നതിനും ആ ഒരു ലോക്കൽ ഫ്രെയിംവർക്ക് സ്ട്രെങ്തൻ ചെയ്യുന്നതിനും ഒരു ക്രൂഷ്യൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു വലിയൊരു ഡോർ തുറന്നു കൊടുക്കുന്നുണ്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക്. അടുത്തായിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഷുഡ് ലെജിസ്ലേച്ചേഴ്സ് ഇൻ ഇന്ത്യ ഹാവ് ഫിക്സഡ് ടെന്യൂഴ്സ്. GS2വിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ആർട്ടിക്കിളിൽ പ്രധാനമായിട്ട് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് അടുത്തിടയ്ക്കായിട്ടുണ്ടായി. 129th അമെന്റ്മെന്റ് ബില്ല് പ്രപ്പോസ് ചെയ്യുകയുണ്ടായി ഇന്ത്യയിൽ. അപ്പം ഇത് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്, സജസ്റ്റ് ചെയ്യുന്നത് ലോക്സഭയിലും അതുപോലെ സ്റ്റേറ്റ് അസംബ്ലീസിലും ഒക്കെ ഫിക്സഡ് ആയിട്ടുള്ള 5-year ടെന്യൂർ കൊണ്ടുവരണം വിത്ത് ദർ എലക്ഷൻസ് ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം. എലക്ഷൻസ് സെയിം ടൈമിൽ ഹാപ്പൻ ചെയ്യുമോ? ഇഫ് എ ഗവൺമെന്റ് ഫോൾസ് ഏർലി, അതായത് നേരത്തെ ഗവൺമെന്റ് താഴെ വീഴുവാണെങ്കിൽ പുതിയ ഇലക്ഷൻ
നടത്തുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? ആ റിമൈനിങ് ടൈം ഫില്ല് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അല്ലാതെ ഫുൾ ടേം ആയിട്ട് 5 വർഷത്തേനായിരിക്കുകയില്ല. ആ റിമൈനിങ് ടേം ഫില്ല് ചെയ്യാൻ വേണ്ടിയായിരിക്കും. സോ ഒരു ഫിക്സഡ് ആയിട്ടുള്ള 5-year ടേം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല് പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അത് 129th അമെന്റ്മെന്റ് ബില്ലാണ് 2024. ഇതിനകത്ത് രണ്ട് ടൈപ്പ് ഓഫ് ഡിബേറ്റ് കൊണ്ടുവരുന്നുണ്ട്. അതായത് രണ്ട് വ്യൂ പോയിന്റ് ഉണ്ട്. സപ്പോർട്ടേഴ്സ് വ്യൂ ഉണ്ട്, ക്രിട്ടിക്സ് വ്യൂ ഉണ്ട്. ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ആൾ പറയുന്നത് ഫിക്സഡ് എലക്ഷൻ സൈക്കിൾസ് മേ റെഡ്യൂസ് ഫ്രീക്വന്റ് എലക്ഷൻസ് വിച്ച് സം തിങ്ക് ആർ ഡിസ്റപ്റ്റീവ്. അപ്പം ഫ്രീക്വന്റ് എലക്ഷൻസ് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇൻസ്റ്റബിലിറ്റി കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നത് അത് കുറച്ചുകൂടി ഒരു ഡിസ്റപ്റ്റീവ് ആണ്. പക്ഷെ ഈ ഫിക്സഡ് ഇവിടെ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ കൊടുക്കുന്നുണ്ട്. ഹൗവർ there is no clear proof that fixed terms would improve governance. അപ്പം എന്താണ് പറയുന്നത്, ഫിക്സഡ് ടേംസ് കൊണ്ടുവരുന്ന പലയിടത്തും നമുക്കൊരു ക്ലിയർ പ്രൂഫ് ഒന്നും ഇല്ല ഇത് ഗവർണൻസ് ഇംപ്രൂവ് ചെയ്യുന്നോ ഇങ്ങനത്തെ കാര്യങ്ങളും. ഓക്കെ, പക്ഷെ ക്രിട്ടിക്സിന്റെ ഒരു വ്യൂ നോക്കുവാണെങ്കിൽ ഫ്രീക്വന്റ് എലക്ഷൻ മേക്ക് പൊളിറ്റീഷ്യൻസ് ഇന്ററാക്ട് മോർ വിത്ത് വോട്ടേഴ്സ് കീപ്പിംഗ് ദം അക്കൗണ്ടബിൾ. അപ്പൊ എന്താ, കുറച്ചുകൂടെ ആളുകൾ വോട്ടേഴ്സുമായിട്ട് പൊളിറ്റീഷ്യൻസ് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ കുറച്ചുകൂടെ അവർ അക്കൗണ്ടബിൾ ആകും. അക്കൗണ്ടബിലിറ്റി കൂട്ടുക എന്നുള്ള ഒരു ആസ്പെക്ട് ആണ് ആ ക്രിട്ടിക് വ്യൂവിൽ കാണാൻ പറ്റുന്നത്. ഫിക്സഡ് ടേംസ് കുഡ് റെഡ്യൂസ് ദിസ് കണക്ഷൻ. ഫിക്സഡ് ടേം കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അപ്പം എന്താ പറയുന്നത്, ആചാര്യ എന്ന് പറയുന്ന ആൾ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പറയുന്നത് ഫിക്സഡ് ടേംസ് കൊണ്ടുവരുവാണെങ്കിൽ അത് ആ കണക്ഷൻ കുറയ്ക്കുമായിരിക്കും ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കൂടാതെ പൊളിറ്റിക്കൽ പാർട്ടീസ് സ്പെൻഡ് ദ മോസ്റ്റ് ഡ്യൂറിങ് എലക്ഷൻസ്, നോട്ട് ദ ഗവൺമെന്റ്. അപ്പം പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് കൂടുതൽ ഇലക്ഷനിൽ സ്പെൻഡ് ചെയ്യുന്നത്, അല്ലാതെ ഗവൺമെന്റ് അല്ല. സോ അലൈനിങ് എലക്ഷൻസ് വോണ്ട് സേവ് ആസ് മച്ച് മണി ആസ് ക്ലെയിംഡ്. അപ്പം നമ്മൾ ഇതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ട് പറയുന്നത് എന്താ, ഫിക്സഡ് ടേം കൊണ്ടുവരുവാണെങ്കിൽ എലക്ഷൻസ് കുറയ്ക്കാൻ പറ്റും, അതിലൂടെ മണി സേവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ ആ ഒരു ബാധ്യത കുറയ്ക്കാൻ പറ്റും. പക്ഷേ ക്രിട്ടിക്ക് എന്താ പറയുന്നത്, സ്പെൻഡ് ചെയ്യും. സോ ഗവൺമെന്റിന് അതിലൊരു ബാധ്യത കുറയുന്നൊന്നുമില്ല. ഓക്കെ, അടുത്തതായിട്ട് ഫെഡറലിസം ആൻഡ് സ്റ്റേറ്റ് ഓട്ടോണമി. അത് ഈ ക്രിട്ടിക്സിന്റെ കൺസേൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബിൽ ലിങ്ക്സ് ദ സ്റ്റേറ്റ് അസംബ്ലീസ് ടൈം ലൈൻസ് ഓഫ് ദാറ്റ് ഓഫ് ദ ലോക്സഭ. ഫോർ എക്സാമ്പിൾ, if the Lok Sabha finishes its terms and elections are called, even if a state assembly for 2 years, it would be simultaneous elections. This violates the principle of federalism, where states have their own powers and independence. അപ്പൊ ഇങ്ങനെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് എന്താ അവിടെ ഒരു ഫെഡറലിസത്തിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെന്ന രീതിക്കാണ് ക്രിട്ടിക്സ് പറയുന്നത്. നേരെ മറിച്ച് സപ്പോർട്ടേഴ്സിന്റെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ദ ബിൽ ട്രീറ്റ്സ് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ് ഈക്വലി. അപ്പൊ ഈ ബില്ല് ട്രീറ്റ് ചെയ്യുന്നത് പാർലമെന്റിനെയും സ്റ്റേറ്റ് അസംബ്ലീസിനെ ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇഫ് എ സ്റ്റേറ്റ് അസംബ്ലി കൊളാപ്സസ് ഏർലി, ന്യൂ ഇലക്ഷൻസ് വിൽ അലൈൻ ഇറ്റ് വിത്ത് ദ ലോക്സഭ സൈക്കിൾ. അപ്പം സ്റ്റേറ്റ് അസംബ്ലി നേരത്തെ വീഴുവാണെങ്കിൽ പുതിയ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ലോക്സഭ സൈക്കിളിനെ അലൈൻ ചെയ്തായിരിക്കും. ബട്ട് ഇറ്റ്സ് ഷോർട്ടർ ടേം വോണ്ട് ഹേർട്ട് ഫെഡറലിസം. അതിന്റെ ആ ഒരു ഷോർട്ടർ ടേം ഒരിക്കലും ഫെഡറലിസത്തിനെ ഹേർട്ട് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. വോട്ടേഴ്സ് ഇതുകൂടാതെ വോട്ടേഴ്സ് ഇന്റലിജന്റുമാണ്. അവർക്ക് സ്റ്റേറ്റ് ഇലക്ഷൻ എന്താണ്, സെൻട്രൽ ഇലക്ഷൻ എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഉള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, ഇൻ 2014, voters selected the BJP to power at the center, but chose the Aam Aadmi Party for the Delhi Assembly soon after. അപ്പം ഇതിന്റെ പൊളിറ്റിക്കൽ ആസ്പെക്ട് നോക്കണ്ട, ഈ 2014 ഒരു എക്സാമ്പിൾ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് സെൻട്രൽ ഗവൺമെന്റ് വോട്ടേഴ്സ് എന്താ വേറൊരു പാർട്ടിയെ കയറ്റി, അതുപോലെ ഡൽഹി അസംബ്ലി ഇലക്ഷൻസ് നടന്നപ്പോൾ വേറൊരാളെ ചൂസ് ചെയ്തു. സോ ദേ ക്യാൻ ഡിഫറൻഷിയേറ്റ് ഈസിലി ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ എലക്ഷൻസ്. വോട്ടേഴ്സ് ഇന്റലിജന്റ് ആണ് ആ രീതിക്കാണ്. അടുത്തായിട്ട്, ക്യാൻ ഇറ്റ് സ്റ്റോപ്പ് പൊളിറ്റിക്കൽ മിസ്ബിഹേവിയർ. നമുക്കറിയാം ഈ ബില്ല് ചില പ്രാക്ടീസസ് ഉണ്ട്. ഹോഴ്സ് ട്രേഡിംഗ് എന്ന് പറയും. MLAs സ്വിച്ച് ചെയ്യും പാർട്ടീസ്, എന്തിനു വേണ്ടിയാ, പേഴ്സണൽ ഗെയിനിന് വേണ്ടി. പിന്നെ കൂടാതെ ആ ഒരു ഗവൺമെന്റിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യും, ബ്രേക്കിംഗ് റൂളിംഗ് കോയിലിഷൻസ് ടു കൊളാപ്സ് എ ഗവൺമെന്റ്. സോ ഈ കാര്യങ്ങളൊന്നും ഈ ബില്ല് കർട്ടൈൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ബില്ല് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. പിന്നെ കൂടാതെ കൺസേൺസ് അബൌട്ട് ഷോർട്ട് ടേംസ്. ഇഫ് ദ ലോക്സഭ കൊളാപ്സസ് ആഫ്റ്റർ 3 years, the next Lok Sabha would only serve the remaining 2 years, which might not give enough time for meaningful governance. അപ്പോൾ ഒരു കൃത്യതയാർന്ന ഒരു ഗവർണൻസ് നടത്താനുള്ള ഒരു ടൈം നമ്മുടെ ലോക്സഭയ്ക്ക്, പുതിയൊരു ലോക്സഭ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത ലോക്സഭ 2 വർഷമേ കിട്ടുന്നുള്ളൂ അവർക്ക്. അപ്പം
കൃത്യമായിട്ടുള്ള ഒരു മീനിങ് ആയിട്ടുള്ള ഗവർണൻസ് അവർക്ക് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നാണ് ഒരു കൺസേൺ ആയിട്ട് പറയുന്നത്. ഹാൻഡ്ലിംഗ് പൊളിറ്റിക്കൽ ഡെഡ്ലോക്സ്. Sometimes elections lead to a situation where no party has enough seats to form a government. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഹങ് അസംബ്ലി എന്നൊക്കെ വിളിക്കും, തൂക്ക് മന്ത്രിസഭ. കൃത്യമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ടാവുകയില്ല ഭരിക്കാൻ വേണ്ടി. The bill says if such a deadlock happens, fresh elections will be called. അപ്പൊ ഇങ്ങനെ ഒരു ഡെഡ്ലോക്ക് സംഭവിക്കുന്ന സാഹചര്യത്തിലും എന്താ, ഫ്രഷ് എലക്ഷൻസ് കോൾ ചെയ്യുമെന്നാണ് ഈ ബില്ലിൽ പറയുന്നത്. ബട്ട് ദ ന്യൂ ലെജിസ്ലേച്ചർ വിൽ സെർവ് എ ഷോർട്ടർ ടൈം. അപ്പൊ പുതിയ ലെജിസ്ലേച്ചർ ഉണ്ടാകുന്ന എന്താ, അത് ആ ഷോർട്ടർ ടൈം ആയിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്. ബാക്കിയുള്ള സമയമേ അവർക്ക് ഭരണത്തിൽ ഇരിക്കാൻ സാധിക്കുള്ളൂ. ലേണിംഗ് ഫ്രം അതർ കൺട്രീസ്. യു കെയിലൊക്കെ ഇങ്ങനത്തെ സിമിലർ ആയിട്ടുള്ള ലോ പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ആ ലോയുടെ പേര് ദ ഫിക്സഡ് ടേം പാർലമെന്റ്സ് ആക്ട് എന്നൊക്കെ പറയും യു കെയിലുള്ള. ബിക്കോസ് ഇറ്റ് കുഡിന്റ് ഹാൻഡിൽ പൊളിറ്റിക്കൽ ക്രൈസിസ് വെൽ ആൻഡ് വാസ് റിപ്പീൽഡ്. അത് റിപ്പീൽ ചെയ്യുകയുണ്ടായി. കാരണം അവിടുത്തെ പൊളിറ്റിക്കൽ ക്രൈസിസ് ഒന്നും അത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആ നിയമത്തിൽ. In India, the bill tries to avoid such issues by allowing mid-term elections. അപ്പം ഇന്ത്യയിൽ എന്താ ഇനി ചെയ്യാൻ പോകുന്നത്, ഈ ബില്ല് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ബൈ എങ്ങനെയാ അവോയ്ഡ് ചെയ്യുന്നത്, allowing mid-term elections. But some experts still prefer the current system where flexibility is allowed. പക്ഷെ എക്സ്പേർട്ട് ഒക്കെ, ചില എക്സ്പെർട്സ് എന്താ പറയുന്നത്, ഇപ്പോഴത്തെ ഈ കറണ്ട് ആയിട്ടുള്ള സിസ്റ്റം ആണെന്നല്ല, ഇത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. ആ ഒരു ആർഗ്യുമെന്റിലാണ് ഇപ്പം ചില എക്സ്പേർട്സ് നിൽക്കുന്നത്. വാട്ട് ക്രിട്ടിക്സ് സജസ്റ്റ് ഇൻസ്റ്റഡ്. ക്രിട്ടിക്സ് പറയുന്നത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് പറയുന്ന ഫ്ലെക്സിബിലിറ്റി അലൗ ചെയ്യുന്നുണ്ട്. സോ ഗവൺമെന്റ് ക്യാൻ കോൾ ഏർലി എലക്ഷൻസ് ടു റിസോൾവ് പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ആൻഡ് അസംബ്ലീസ് ഹാവ് ഇൻഡിപെൻഡന്റ് ടൈം ലൈൻസ്. ക്രിട്ടിക്സ് ലൈക്ക് ആചാരി തിങ്ക് ദിസ് ഷുഡ് നോട്ട് ബി ചേഞ്ച്ഡ്. ഇപ്പോഴത്തെ ഈ സിസ്റ്റം ചേഞ്ച് ചെയ്യാൻ പാടില്ല, ഇത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. സോ പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ റിസോൾവ് ചെയ്യാൻ സഹായിക്കുമെന്നാണ്. They also feel that instead of focusing on simultaneous elections, the government should deal with bigger challenges affecting citizens. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ സമയം സ്പെൻഡ് ചെയ്യാതെ ഒരു കുറച്ചുകൂടെ ബിഗർ ചാലഞ്ചസ് ഒക്കെ ഗവൺമെന്റ് ഡീൽ ചെയ്യുക. എന്തിനെ അഫക്ട് ചെയ്യുന്ന, നമ്മുടെ സിറ്റിസൺസിനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് ചാലഞ്ചസ് ഒക്കെ അഡ്രസ് ചെയ്യുക, ബിഗർ ആയിട്ടുള്ള ചാലഞ്ചസ് ഒക്കെ അഡ്രസ് ചെയ്യുക, അല്ലാതെ ഇതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. ആ രീതിക്കാണ് ക്രിട്ടിക്സിന്റെ ഒരു ആർഗ്യുമെന്റ്. So in conclusion, we can say the bill has some benefits. കുറച്ച് benefits ഉണ്ട്, like reducing the frequency of elections, but there are concerns it might have state independence. അപ്പോൾ സ്റ്റേറ്റിന്റെ ഒരു സ്വാതന്ത്ര്യം കുറയും. പിന്നെ create instability with shorter terms for legislatures. കുറച്ച് ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കും, കാരണം ഷോർട്ടർ ടേംസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഫെയിൽ ടു സ്റ്റോപ്പ് പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ലൈക്ക് ഡിഫെക്ഷൻസ്. അതൊന്നും ഇപ്പോഴും അക്കൗണ്ട് ചെയ്യുന്നില്ല ഈ നിയമം വന്നാൽ. While the idea is to improve governance, experts believe the current flexible system is better suited to India's diverse political environment. So, നമുക്കൊരു മെയിൻസ് ക്വസ്റ്റ്യനും കൂടെ നോക്കാം. The Constitution 129th Amendment Bill 2024 seeks to introduce fixed legislative tenures and simultaneous elections in India. Critically analyze its implications on federalism, governance, and political accountability. Suggest alternatives to address the challenges posed by frequent elections. അപ്പം എല്ലാവരും ഇതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും മെയിൻസ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്. ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക ഈ ഒരു ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് എങ്ങനെയാണ്, ഫെഡറലിസത്തിലുള്ള ഇതിന്റെ ഇംപ്ലിക്കേഷൻസ്, ഗവർണൻസിലുള്ള ഇതിന്റെ ഇംപ്ലിക്കേഷൻസ്, പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റിയിലുള്ള ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് ഒക്കെ ചിന്തിക്കുക, അനലൈസ് ചെയ്യുക, എന്നിട്ട് ആൻസർ എഴുതുക. പിന്നെ കൂടാതെ കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് സജസ്റ്റ് ചെയ്യുക ഈ ചലഞ്ചസ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള. ഓക്കെ, സോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രധാന വാർത്തകൾ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ അടുത്ത ദിവസം കാണുന്നവരേക്ക് നന്ദി, നമസ്കാരം.